എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്തയുടെ ക്ലിപ്പ് പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചതിന് ശേഷം നമുക്ക് ചർച്ചകളിലേക്ക് കടക്കാം. കോൺഗ്രസ് നേതാവ് പ്രകാശ് പഗാരെ പരസ്യമായി സാരി ഉടുപ്പിച്ച സംഭവത്തിൽ 18 BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. BJP കല്യാൺ ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവർക്കെതിരെയാണ് കേസെടുത്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഒരു പോസ്റ്റ് പ്രകാശ് പഗാരെ എന്ന 72കാരൻ പോസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവാണ് കല്യാണിലെ. പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതോടെ BJP നേതാക്കൾ അത് വലിയ വിമർശനവുമായി അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തുകയും ആ വിമർശനം അവിടെ നിൽക്കാതെ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അദ്ദേഹത്തെ പരസ്യമായി സാരി ഉടുപ്പിച്ച് കൊണ്ടായിരുന്നു BJPയുടെ പ്രതിഷേധം. ആ ദൃശ്യങ്ങൾ വലിയ തോതിൽ പ്രചരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തു. ഈ സംഭവത്തിന് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടു. രാഹുൽ ഗാന്ധിയെ ബാലാസാഹിബ് തോറാട്ട്, കോൺഗ്രസ് മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, വിവരം അറിയിച്ചു. രാഹുൽ ഗാന്ധി നേരിട്ട് ഫോണിൽ വിളിക്കുകയും ഇനി മുംബൈയിൽ എത്തുമ്പോൾ നേരിട്ട് വന്ന് കാണാം എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ പ്രകാശ് പഗാരയുടെ പരാതിയിലാണ് ഇപ്പോൾ കല്യാണിലെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ള 18 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പൊതുമധ്യത്തിൽ അപമാനിക്കുന്ന അടക്കമുള്ള കയ്യേറ്റ ശ്രമം അടക്കമുള്ള വകുപ്പുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ പിന്നാലെ ഉണ്ടാകും എന്നതാണ് അറിയുന്നത്. അതേസമയം ചെയ്ത നടപടി ശരിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് BJP. കോൺഗ്രസ് ആവട്ടെ ഈ കിട്ടിയ സാരി സമീപത്തെ ഒരു ദുർഗാ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും BJPക്കാർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു അവർ ഇതിനോട് പ്രതികരിച്ചത്. ഈ കണ്ട വാർത്തയെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ ആരായുന്നത്. കാരണം ഇന്ത്യ പോലെ ജനാധിപത്യ വിശാലമായിട്ടുള്ള ഒരു രാജ്യത്ത് വിമർശിക്കാനും അതുപോലെ നമ്മുടെ കാഴ്ചപ്പാടുകളും നമുക്ക് ആരോടും സഭ്യമായ രീതിയിൽ പറയുവാനും ആശയ സംവാദം നടത്തുവാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് വന്നത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ വയോവൃദ്ധനായിട്ടുള്ള 72 വയസ്സ് പൂർത്തീകരിച്ച പ്രകാശ് പഗാരെ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ഏത് പാർട്ടിയോ ആയിക്കൊള്ളട്ടെ, ഇവിടെ കാലാകാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളവരും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളുകളാണ്, വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ BJPയുടെ ആളുകൾ. പ്രിയങ്കരനായിട്ടുള്ള രാഹുൽജിയെ ഏതെല്ലാം രീതിയിലാണ് ഇവർ തേജോവധം ചെയ്യുകയും വ്യക്തിഹത്യ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നത നിലവാരത്തിലെത്തിയ, കായിക രംഗത്ത് കൈവച്ച മേഖലകളിലെല്ലാം തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, ജൂഡോ ഉൾപ്പെടെ മാർഷൽ ആർട്സുകൾ പഠിച്ചിട്ടുള്ള, അത് അറിയാവുന്ന, സർവകല കായിക വല്ലഭനായ, എല്ലാ രംഗത്തും ശോഭിക്കുന്ന ഒരു മിടുക്കനായ ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി. ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുവാൻ വരെ ശ്രമിക്കുന്ന തരത്തിൽ ഇവിടുത്തെ BJPയുടെ ആളുകൾ മാറിയിരിക്കുന്നു. അത്തരത്തിൽ വെല്ലുവിളിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സത്യത്തിൽ ആരാണ് സാരി ഉടുക്കേണ്ടത്? സാരി ഉടുക്കുന്നത് അത് സ്ത്രീകൾ മാത്രമാണെന്നോ അല്ലെങ്കിൽ ഒരു വസ്ത്രം ഇന്ന ആൾക്ക് മാത്രമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ആർക്കും അവരുടെ വസ്ത്രം ധരിക്കുന്നതിന്, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിന് ആർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു കാലമാണ്, ഒരു ലോകമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതിൽ സാരി ഉടുക്കുന്നവർ മോശക്കാരാണ് എന്നുള്ള തരത്തിലൊരു വ്യംഗ്യാർത്ഥത്തിലാണ് ശ്രീ പ്രകാശ് പഗാരയെ പൊതുജനമധ്യത്തിൽ പിടിച്ചു നിർത്തി സാരി ഉടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ സാരി ഉടുക്കുന്നവരെല്ലാം എന്തോ മോശക്കാരാണ് എന്നുള്ള ഒരു ദുഷ്ടബുദ്ധി അതാണ് BJPക്കാരുടെ ഉള്ളിൽ. ആ ദുഷ്ടബുദ്ധിയോടുകൂടി, അല്ലെങ്കിൽ സ്ത്രീകളെല്ലാം മോശക്കാരാണ്, ആണുങ്ങളാണ് എല്ലാം തികഞ്ഞവർ, അതിൽ തന്നെ BJPക്കാരായ ആണുങ്ങളാണ് എല്ലാം തികഞ്ഞവരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന BJPക്കാരോട് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട്.
നിങ്ങളുടെ കേരളത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് അധികാരം തരൂ, ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് പാർലമെൻറ്റ് ഇലക്ഷനിൽ നിങ്ങൾ കരഞ്ഞ് കാല് പിടിച്ച് തൃശ്ശൂരിൽ നിന്നും ഒരു മാന്യദേഹത്തെ വിജയിപ്പിച്ചു കൊണ്ടുവന്നില്ലേ? അദ്ദേഹം വിജയിച്ച് വന്നതിന് ശേഷം അദ്ദേഹം കേന്ദ്രത്തിലെ ഒരു മന്ത്രിയായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മ ചെന്ന് തനിക്ക് തൻ്റെ അവസ്ഥകൾ പറയുമ്പോൾ അത് എന്നെ നെഞ്ചത്തോട്ട് കയറി വരേണ്ട, നിങ്ങൾ വേറെ ജോലി നോക്ക് എന്ന് പറയുന്ന BJPയുടെ ആ മന്ത്രിയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു വീട് വേണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ നിങ്ങൾ പോയി വല്ല ജോലി നോക്ക്, വേറെ ആളുകളെ പോയി കാണ് എന്ന് പറയുന്ന ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി ഈ നാട്ടിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിലപാടെടുത്ത് നിൽക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്? അപ്പോൾ ഈ പൊതുപ്രവർത്തനമോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന ചിട്ടയായ പ്രവർത്തനത്തിലൂടെ താഴെത്തട്ടിൽ നിന്ന് ആർജിച്ചു വരേണ്ട ഒന്നാണെന്ന് ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കണം. കേവലം സിനിമ അഭിനേതാവോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എഴുത്തുകാരനോ മറ്റു രീതിയിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ജനങ്ങൾക്ക് അവരോടുള്ള ഒരു അഭിനിവേശം കൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ വിജയിപ്പിച്ചു കൊണ്ടുവന്നാൽ ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒന്നും ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് കഴിയില്ല എന്ന് BJPയുടെ കേന്ദ്രമന്ത്രി തെളിയിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ചാനൽ പരിപാടിയിൽ ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് ദേ പോകുന്നു, തിരിച്ച് തൃശ്ശൂരേക്ക് വരുന്നു. ഇതല്ലാതെ ഈ നാട്ടിലേക്ക് എന്താ ചെയ്യുന്നത്? കുറേ കപടതകളും കുറേ കാപട്യങ്ങളും. ഞങ്ങൾക്ക് ഇനി അധികാരം തരാനാണ് പറഞ്ഞത്. എൻ്റെ പൊന്ന് BJPയുടെ മന്ത്രി, താങ്കളുടെ നേതാവുണ്ടല്ലോ, ആ നേതാവെന്ന് പറയുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഫാൻസും ഒരു കാലഘട്ടത്തിൽ 2014 പറഞ്ഞതാ, ഞങ്ങൾക്കൊന്ന് അധികാരം എന്താ, ഞങ്ങളെ ഒന്ന് അധികാരത്തിൽ കയറ്റ്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോക ഭൂപടത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അധികാരത്തിൽ വന്നിട്ട് പാകിസ്ഥാൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. മിഡിൽ ഈസ്റ്റിൽ എന്നും ഇന്ത്യയോടൊപ്പം നിന്നിരുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇന്ന് പാകിസ്ഥാനോടൊപ്പം കൂട്ടുചേർന്നുകൊണ്ട് ഈ ലോകത്തിൽ ഒരു പുതിയ ക്രമം ഉണ്ടാക്കുവാൻ ഒരു കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ഭരണം നേട്ടം എന്ന് പറയാൻ എന്താണ് നിങ്ങൾക്കുള്ളത്? ഈ രാജ്യത്തിലെ തൊഴിലില്ലായ്മയെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ദാരിദ്ര്യത്തെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ നാട്ടിൽ നിങ്ങൾ മെത്തനോൾ ഉപയോഗിച്ചുകൊണ്ട് പെട്രോൾ വിറ്റൊഴിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരെ കൊള്ളയടിക്കുന്നതിനെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന നിങ്ങളുടെ മന്ത്രി ഈ നാട്ടിലെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മക്കളും ചേർന്ന് മെത്തനോൾ കലർത്തിയ പെട്രോളിയം വിൽപ്പന നടത്തിക്കൊണ്ട് കോടികൾ ലാഭം കൊയ്യുന്നതിനെ പറ്റി, എത്തനോൾ കലർത്തിയ പെട്രോൾ വിൽപ്പന നടത്തിക്കൊണ്ട് കോടികൾ ലാഭം കൊയ്യുന്നതിനെ പറ്റി നിങ്ങളൊരക്ഷരം മിണ്ടുന്നുണ്ടോ? നിങ്ങൾക്ക് അധികാരം തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ അധികാരത്തിൽ കയറിയിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ സാധാരണക്കാരായ ആളുകളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഏത് രീതിയിലുള്ള മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞില്ലേ 50 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്ന്, നിങ്ങൾ നൽകിയോ? നിങ്ങൾ വലിയ ഘോരഘോരമായിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതകളിൽ തെരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ പ്രഖ്യാപിച്ചില്ലേ? ഇവിടുത്തെ കള്ളപ്പണക്കാരെ മുഴുവനും റെയ്ഡ് ചെയ്ത് പിടികൂടിയിട്ട് ആ കള്ളപ്പണക്കാരുടെ സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന വലിയ നിക്ഷേപം ഈ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഓരോ വ്യക്തികൾക്കും 15 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞിട്ട് അത് വീണടം വിദ്യയാക്കിക്കൊണ്ട് ഒരു ട്രിപ്പീസ് കളിക്കാരൻ്റെ അഭ്യാസ പ്രകടനം പോലെ നിങ്ങൾ പറഞ്ഞു ഒരു പക്ഷേ അത്രയും തുക ഇന്ത്യയിലെ ഓരോ ആളുകൾക്കും വിതരണം ചെയ്താൽ 15 ലക്ഷം രൂപ വരെ കിട്ടാമെന്നുള്ള തരത്തിലേക്ക് നിങ്ങൾ മാറ്റി പറഞ്ഞില്ലേ? നിങ്ങൾ ഒരു ഡോളറിനെ ഇന്ത്യയിലെ 1 രൂപയുടെ തുല്യമാക്കുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഈ നാട്ടിൽ വ്യവസായ വിപ്ലവം കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഈ നാട്ടിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച നവരത്ന കമ്പനികൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധിയായിട്ടുള്ള കമ്പനികൾ വിറ്റ് തുലച്ചതല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങളെന്നും കൊലപ്പെടുത്തിയ രാഷ്ട്രീയത്തിൻ്റെ പിറകിൽ പോയവരല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായി ബലിദാനികളായി സ്വന്തം ജീവൻ ഈ രാജ്യത്തിന് വേണ്ടി നൽകിയവരാ. അങ്ങനെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വിശിഷ്യ ശ്രീ രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്ന തരത്തിലേക്ക് നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ ആളുകളായിട്ടില്ല. നിങ്ങൾ കള്ളയോട്ടിലൂടെയും
കാപട്യത്തിലൂടെയും വോട്ട് ചോരിയിലൂടെയും നിങ്ങൾ വോട്ടുകൾ വാങ്ങി വിജയിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മാൻഡേറ്റിനെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ അധികാരത്തിൽ കയറിയിരുന്നിട്ട് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക്, ഇവിടുത്തെ പട്ടികജാതിക്കാർക്ക്, ഇവിടുത്തെ ആദിവാസികൾക്ക്, ഇവിടുത്തെ സാധാരണക്കാർക്ക്, ഇന്ത്യയിലെ ഏതെങ്കിലും ജനങ്ങൾക്ക് നീതി നൽകുവാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ എന്ന് BJPയുടെ ആളുകൾ ആലോചിച്ചിട്ട് മാത്രമേ നിങ്ങൾ മറുപടി പറയാവൂ. നിങ്ങളൊരു പാവപ്പെട്ട ഒരു മനുഷ്യനെ, പ്രകാശ് പകാരയെ നിങ്ങൾ സാരി ഉടുപ്പിച്ചാൽ നിങ്ങൾ സാരി ഉടുപ്പിക്കേണ്ടത് BJPയുടെ നേതാക്കന്മാരെയാണ്, നിങ്ങൾ സാരി ഉടുപ്പിക്കേണ്ടത് മോദിജിയെയാണ്, നിങ്ങൾ സാരി ഉടുപ്പിക്കേണ്ടത് അമിത്ഷായെയാണ്, നിങ്ങൾ സാരി ഉടുപ്പിക്കേണ്ടത് സുരേഷ് ഗോപിയെയും അതുപോലെയുള്ള ഈ കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയൊക്കെയുള്ള ആളുകളെയാണ് നിങ്ങൾ ഈ പറയുന്ന സാരി ഉടുപ്പിക്കേണ്ടത്. സാരി ഉടുപ്പിച്ച് മോശപ്പെടുത്തിയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാണിച്ച മാതൃക നിങ്ങൾ നോക്കൂ. ആ സാരി ഉടുത്തവന്മാർ സാരി ഉടുപ്പിച്ചപ്പോൾ അവിടെ അക്രമത്തിനോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം കയ്യിലെടുക്കാനോ അല്ല അവിടുത്തെ കോൺഗ്രസ്സുകാർ മുന്നോട്ട് പോയത്. അവരത് ഈശ്വര സമക്ഷത്തിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. നിങ്ങളെ ഈശ്വര സമക്ഷത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരും. BJPക്കാരാ, നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ കേരളത്തിലേതോ അട്ടിമറി നടത്തുന്നത്, നിങ്ങൾ കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. കേരളത്തെ ജനങ്ങൾ നിങ്ങളെ തൂക്കിവാരി അടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ അങ്ങനെ ദിവാസ്വപ്നമൊന്നും കാണണ്ട. കേരളത്തിലെ ജനങ്ങൾ പരിണിതപ്രജ്ഞരാണ്, കേരളത്തിലെ ജനങ്ങൾ അഭ്യസ്തവിദ്യരാണ്. നിങ്ങളെപ്പോലെയുള്ള കാളകൂട വിഷയങ്ങളെ എടുത്ത് നെഞ്ചിൽ വെക്കുന്നവരല്ല, എടുത്ത് തലയിൽ വെക്കുന്നവരല്ല ഈ കേരളത്തിലെ ജനങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ നാട്ടിൽ യാതൊരു സ്ഥാനവുമില്ലാത്ത ഒരു ദിവസത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് പോലും കിട്ടുകയില്ലെന്ന് ഈ തരുണത്തിൽ ഞാൻ പറയുകയാണ്. നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് എഴുതി വെച്ചോ. ഈ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ തൂത്തെറിയും. നിങ്ങളെപ്പോലെ കാപട്യം നിറഞ്ഞ വഞ്ചകരായിട്ടുള്ള ഒരു പാർട്ടി ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉണ്ടായിട്ടില്ല. കാപട്യം പറയുക, കള്ളം പറയുക, വഞ്ചനയിലൂടെ, അട്ടിമറിയിലൂടെ ഈ രാജ്യത്തിൻ്റെ ഭാഗതയത്തെ മാറ്റിമറിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ പറയുക? എന്തേ മൈ ഫ്രണ്ട് ട്രംപ് ഓരോ ദിവസവും, ഇന്നലെ ഫാർമസ്യൂട്ടിക്കലായിട്ടുള്ള മെഡിക്കൽ സാധനങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾക്കും മെഡിസിനും ഉൾപ്പെടെ 100% താരിഫ് ഏർപ്പെടുത്തിയിട്ട് മൈ ഫ്രണ്ട് ഇതെല്ലാം ചെയ്തിട്ട് എന്തേ മിണ്ടാത്തത്? മിണ്ടിക്കഴിഞ്ഞാൽ അംബാനിയുടെയും അദാനിയുടെയും പെട്രോളിയം കൊള്ളയെ സംബന്ധിച്ചും റഷ്യയിൽ നിന്ന് പെട്രോളിയം ഇറക്കുമതി ചെയ്തതിനെ സംബന്ധിച്ചും അമേരിക്കയിൽ ഇവർക്കെതിരെ നടക്കുന്ന കേസുകളെ സംബന്ധിച്ചും വെളിയിൽ വരും. അവരെ പൂർണ്ണമായിട്ടും പൂട്ടുമെന്നുള്ള ഭയമുള്ളത് കൊണ്ടല്ലേ താങ്കളുടെ കൂട്ടുകാർ, ശ്രീ മോദിജിയുടെ കൂട്ടുകാരെ പൂട്ടുമെന്നുള്ള ഭയമുള്ളതുകൊണ്ട് മോഡിജി ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ രാജ്യത്തിൻ്റെ ഭാഗധേയം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. തൊഴിലില്ലാതെ ചെറുപ്പക്കാർ നിരാശരായി പോയിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായിട്ട് ജനങ്ങളുടെ നട്ടലൊടിച്ചു കഴിഞ്ഞു. നോട്ട് നിരോധനം എന്ന ഒരു മണ്ടൻ ഗീബൽസ്യൻ ആദർശവുമായിട്ട് നിങ്ങൾ വന്നല്ലോ. നോട്ട് നിരോധനം എന്ന് പറയുന്ന ഒരു മണ്ടൻ തീരുമാനം കൊണ്ട് നിങ്ങൾ വന്നല്ലോ. അതിൽ നിന്ന് എന്ത് പുരോഗതിയായി രാജ്യത്തിനുണ്ടായത്? നിങ്ങൾ 2000 രൂപയുടെ നോട്ട് ഇപ്പോൾ ആരും പറയാതെ പിൻവലിച്ചുകൊണ്ട് ഓടിയില്ലേ? നിങ്ങളോട് ആരെങ്കിലും സമരത്തിന് വന്നോ? നിങ്ങൾ ചെയ്ത മണ്ടത്തരത്തിൽ നിങ്ങൾ തന്നെ U-ടേൺ അടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ GST ആരും പറയാതെ നിങ്ങൾ GST നിരക്ക് കുറച്ചല്ലോ. നിങ്ങളോട് ആരും സമരത്തിന് വന്നില്ലല്ലോ. സമരം ചെയ്തപ്പോൾ പോലും നിങ്ങളത് അംഗീകരിച്ചോ? ഗബ്ബാർ ടാക്സ് എന്നും പറഞ്ഞിട്ട് GST, ഗബ്ബാർ സിംഗ് ടാക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രാഹുൽ ഗാന്ധി നിങ്ങളെ പരിഹസിച്ചപ്പോൾ പോലും നിങ്ങളത് പിൻവലിക്കാൻ തയ്യാറാവാതിരുന്ന നിങ്ങൾ ഇപ്പോൾ ആരും പറയാതെ GST പിൻവലിച്ചുകൊണ്ട് ഓടിയല്ലോ. അപ്പം നിങ്ങൾ U-ടേൺ അടിച്ചു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ പതനം ആസന്നമായിരിക്കുന്നു, നിങ്ങളുടെ പതനം ആഗതമായിരിക്കുന്നു. നിങ്ങൾ ഈ രീതിയിൽ വെല്ലുവിളിക്കുകയും കൊലപ്പെടുത്തുമെന്നൊന്നും പറഞ്ഞാലൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഭയപ്പെടുത്താൻ കഴിയില്ല സുഹൃത്തുക്കളെ. നിങ്ങൾ ഷൂ തുടച്ച് ഷൂ നക്കിയെന്നും പറഞ്ഞിട്ട് ചെറുപ്പക്കാർ കളിയാക്കുക. ഞാനതൊന്നും പറയാൻ തയ്യാറാവുന്നില്ല. നിങ്ങളുടെ മുൻനിരയിലിരുന്ന ആളുകളെ പറ്റിയൊക്കെ അങ്ങനെയുള്ള പരിഹാസങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആളുകൾ നെഞ്ചു വിരിച്ച് സമരം ചെയ്ത് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയെയും ബ്രിട്ടീഷ് അധികാരികളെയും ഇവിടെ നിന്ന് തുരത്തി ഓടിച്ച് സമാധാനത്തിലൂടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ചരിത്രത്തെപ്പറ്റി നിങ്ങളൊക്കെ ഒന്നും പഠിക്കണം. BJPയെ മൂട് താങ്ങി നടക്കുന്ന ആളുകളൊക്കെ ഇതൊന്ന് പഠിക്കണം. ഈ രാജ്യത്തെ നട്ടു നനച്ച് വളർത്തി വലുതാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. എവിടെ നിന്നോ ഒരു 7-8 വർഷത്തിനകത്ത് ഇങ്ങോട്ട് കടന്നു കയറിയിട്ട് ഞങ്ങൾ ഏതാണ്ടൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടതെല്ലാം കുഴപ്പത്തിലാക്കി പോയിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഇപ്പോൾ പറയുന്ന BJPയുടെ മോഡിയുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ആ ഗവൺമെൻറ് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു.
കാടെന്ന് പറയുന്ന നമ്മുടെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തെ പുറത്താക്കിയിരിക്കുന്നു. ഇതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണം, അറിയണം. ഇവിടുത്തെ വളർന്നു വരുന്ന തലമുറ, പുതിയ ചെറുപ്പക്കാർ വലിയ ആപത്തിലേക്ക് പോകാൻ പോകുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്പത്തിക ശക്തികൾ ഇന്ത്യയെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയെ കൂട്ടുപിടിക്കുവാനോ ഉയർത്തിക്കൊണ്ടുവരുവാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന BJPയുടെ ആളുകൾ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. നമ്മുടെ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മന്ത്രിയെ, അദ്ദേഹത്തിൻ്റെ മക്കളെ സംബന്ധിച്ചുള്ള ഒരുപാട് അഴിമതി വിവരങ്ങൾ വെളിയിലേക്ക് വരുന്നു. അമിത്ഷായുടെ മകൻ ഇന്ത്യൻ ക്രിക്കറ്റിൽ പിടിമുറുക്കിക്കൊണ്ട് കോടികളുടെ അഴിമതി നടത്തിയതായിട്ട് വിവരങ്ങൾ വെളിയിൽ വരുന്നു. ഇതെല്ലാം ഇന്ത്യയിലെ ഗോധി മാധ്യമങ്ങളെ വെച്ചുകൊണ്ട് അമക്കി വെച്ചിട്ട് ഒതുക്കി വെച്ചിട്ട് ഇതൊന്നും ജനം അറിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപത്ത് വരാൻ പോകുന്നു. നിങ്ങൾ അതിൽ നിന്ന് പശ്ചാത്തപിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിങ്ങളെത്തും. നിങ്ങളെ ഇന്ത്യയിലെ ജനങ്ങൾ തൂത്തെറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നിങ്ങളെ കേരളത്തിലെ ആത്മാഭിമാനമുള്ള ഒരു മലയാളി പോലും നിങ്ങളെ കൂട്ടുപിടിക്കില്ല, നിങ്ങളെ പിന്തുണയ്ക്കില്ല. നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് തൂത്തെറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ഈ പറഞ്ഞ ചർച്ചകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. വ്യക്തമായിട്ട് നിങ്ങൾ പ്രതികരിക്കാതെ ഇരുന്നാൽ, പ്രത്യേകിച്ച് യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ, നിങ്ങൾ അതിനകത്തിൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ, നിങ്ങളെക്കാൾ മോശക്കാർ നിങ്ങളെ വന്ന് ഭരിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യവും ഈ കേരളവും മാറും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചെറുപ്പക്കാർ കാര്യക്ഷമതയോടുകൂടി രാഷ്ട്രീയത്തിൽ ഇടപെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേക പുരോഗതിയിലേക്ക് നയിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു ചെറിയ ചിത്രവും കൂടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, കേരളത്തിൽ നയാ പൈസയില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.